ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അമ്മയും മകളുമായുള്ള സംസാരം. അച്ഛൻ ചെറുപ്പത്തിലെ അവരെ വിട്ടുപോയി. കുട്ടി നന്നായി പഠിക്കും, ജോലിക്ക് പോയിട്ടാണ് പഠിക്കുന്നതും വീട് നോക്കുന്നതും. ആ കുട്ടിക്ക് 1 വർഷം വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന ആഗ്രഹത്തിലാണ് വാശി. അങ്ങനെ അവർ ഒരു പൊതുപരിപാടിയിൽ ചർച്ചയ്ക്കെത്തി. അവിടെ വെച്ച് ആ കുട്ടിയുടെ മനസ്സ് തുറന്നു. അത് കേട്ട് എൻ്റെ കണ്ണുകളും നിറഞ്ഞു. ആ കുട്ടിയുടെ കൺസേൺ മറ്റൊന്നുമല്ലായിരുന്നു. തൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും സൂക്ഷിക്കുവാനുള്ള മധുര ഓർമ്മകൾ നഷ്ടപ്പെടുന്നു. അതിന് കാരണമായി ആ കുട്ടി പറഞ്ഞത്, ഞാൻ പഠിപ്പും ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് അമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഞാൻ അവശതയിൽ കിടന്നുറങ്ങും. അമ്മ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി വൈകിട്ടായിരിക്കും വരിക. പിന്നെ അലക്കലും തേക്കലും അങ്ങനെയുള്ള പ്രാരംഭ ജോലികൾക്കിടയിൽ അമ്മയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറഞ്ഞു. എനിക്ക് ആ മടിയിൽ കിടന്നൊന്ന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. എനിക്ക് ആ അമ്മയുടെ വാത്സല്യം ലഭിക്കുന്നില്ല. എനിക്ക് ആ അമ്മയെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ നെഞ്ചിലേറ്റുവാൻ കൂടുതൽ സാധിക്കുന്നില്ല. ആ കുട്ടിയുടെ വിങ്ങൽ കണ്ട് ആ അമ്മയുടെയും മകളുടെയും ചുറ്റിനും നിന്നവരുടെയും ഒപ്പം എൻ്റെയും കണ്ണ് നിറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു ഉൾവേദന ഉണ്ടായേക്കാം. നമ്മൾ ജീവിതത്തെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കുന്ന നിമിഷങ്ങൾ നമ്മളുടെ തീരാനഷ്ടങ്ങളായി മാറും. ജീവിതം എത്ര മനോഹരമാണെന്ന് നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ദിനവും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ മാത്രം സമയം കണ്ടെത്താതെ നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവും ആസ്വദിച്ച് നിങ്ങൾ ആഘോഷമാക്കി നോക്ക്. ഓരോരുത്തരുടെയും സ്വന്തം ശരീരത്തേക്കാൾ മറ്റുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും തോറും നിങ്ങളുടെ മനസ്സ് വേവലാതിയിൽ അമരും. അത് നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും. നിങ്ങളെ ആവശ്യമില്ലാത്തവരെ നിങ്ങൾക്കും വേണ്ട എന്ന തീരുമാനമെടുക്കാൻ നിങ്ങൾ വൈകുന്തോറും നിങ്ങൾ സ്വയം ഒന്നുമല്ലാതായിത്തീരും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്ന് അവസാനം 6 അടി മണ്ണിൻ്റെ ജന്മിയാകാനുള്ള ഈ ജീവിതം നിങ്ങൾക്ക് കിട്ടിയ വരദാനമാണ് എന്ന സത്യവും, അത് മറ്റുള്ളവർക്ക് വെറുതെ പങ്കുവെക്കാനുള്ളതല്ല എന്ന ബോധവും, എന്നാൽ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്താം എന്ന നിലപാടും നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് സ്വയം ആലോചിക്കാൻ വഴിയൊരുക്കിയേക്കാം. നിങ്ങളുടെ യാത്രകൾ തടസ്സപ്പെടുത്താതെ ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ദിനവും തൃപ്തിപ്പെടുത്തി തന്നെയാണോ ജീവിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ സാന്നിധ്യം ഒത്തിരി ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണാതെ തന്നെ ഉണ്ടാകും. അവരെ തഴഞ്ഞ് അർഹതയില്ലാത്തവർക്ക് പുറകെ, നിങ്ങളെ ആവശ്യമില്ലാത്തവരുടെ പുറകെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നാളെ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കുവാനുള്ള മനോഹരമായ നിമിഷങ്ങളാണ്. സ്വപ്നം കാണുന്നതിനേക്കാൾ യാഥാർത്ഥ്യങ്ങൾ സ്വപ്നതുല്യമാക്കി പര്യവേഷം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലാകും, സമാധാനത്തിലാകും. നിങ്ങളുടെ ജീവിതം അതിമനോഹരമാകും. ശുഭദിനം നേരുന്നു.